ആർ ശ്രീലേഖയെ പൊറുതിമുട്ടിച്ച് ഷെയ്ൻ നിഗം. ആർ ശ്രീലേഖ IPS നമുക്ക് അറിയാമല്ലോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആയിരുന്നു ശ്രീലേഖ. അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച വനിതയാണ് ആർ ശ്രീലേഖ. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. BJPയുടെ നേതൃസ്ഥാനത്ത് എത്തി. പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും അവർ വിജയിച്ച് നഗരസഭാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ശ്രീലേഖ കരുതിയത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്നത്, തന്നെ പാർട്ടി മത്സരിപ്പിച്ചത് നഗരസഭ അധ്യക്ഷയാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നൊക്കെ ശ്രീലേഖ സ്വയം കരുതുകയും അതിന് എതിരായി പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ അവർ BJPയോട് നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പല അവസരങ്ങളും അവർ BJPയോട് തൻ്റെ നീരസം ഒളിപ്പിച്ചു വെച്ചില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ ആ ഒരു സ്റ്റേജിന്റെ ഒരു അറ്റത്ത് മാറി നിൽക്കുന്ന ശ്രീലേഖയെ നമുക്കിപ്പോഴും പരിചയമുണ്ട്. യൂട്യൂബിലൊക്കെ അതിന്റെ വിഷ്വൽസ് ഇപ്പോഴുമുണ്ട്. മാത്രമല്ല ആ ജയിച്ച കാലം മുതൽ തന്നെ ഒരു കൗൺസിലറായി മാത്രം ഒതുക്കി എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു തുടങ്ങി. കാരണം അവർ നഗരസഭ അധ്യക്ഷ സ്ഥാനം ആണ് അവർ സ്വയം സങ്കല്പിച്ചത്. കാരണം അവർ IPS ഉദ്യോഗസ്ഥയാണ്. നേരത്തെ പറഞ്ഞതുപോലെ DGP റാങ്കിലെത്തിയ ആദ്യത്തെ വനിതയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ ഒരു ചുമതല ഏൽപ്പിക്കുമെന്നായിരുന്നു ശ്രീലേഖ വിജയിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അവർ കരുതി കാണുന്നത്. ആ തരത്തിലാണ് അവരുടെ പ്രതികരണം പിന്നീട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ അങ്ങനെ സ്വയം കരുതി കാണും. ഒരു പക്ഷേ ഈ പറയുന്ന പോലീസ് മേധാവിയായിട്ടിരുന്ന ഒരാളെ ഈ നഗരസഭാ ഭരണം ഏൽപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായ ഒരു കൃത്യനിഷ്ഠതയും കൊണ്ടുവരാൻ കഴിയും, പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അച്ചടക്കം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ പല കാര്യങ്ങളും അവർ സ്വയം മനസ്സിലിട്ട് ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങളായിരിക്കണം. പക്ഷേ ആ ഒരു സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് BJP രാജേഷിനെ നഗരസഭ ചെയർമാനായിട്ട് അല്ലെങ്കിൽ നഗരസഭയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. അതോടുകൂടി ശ്രീലേഖ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. BJPയോടക്കം പല ഘട്ടങ്ങളിലും അവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. തുടക്കത്തിലെ തന്നെ ഉള്ള ആദ്യത്തെ അവരുടെ ഒരു അസ്വസ്ഥത പ്രകടനം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് MLA ആയിരുന്ന പ്രശാന്തിനോടാണ്. പ്രശാന്ത് വാടക മുറി ഒഴിയണമെന്നും തൻ്റെ മുറി വളരെ ചെറുതാണെന്നും അവിടെ സൗകര്യമില്ല എന്നും താനൊരു സ്ത്രീയാണെന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം വളരെ കുറവാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രശാന്തിനെതിരായിട്ട് വലിയ ഒരു ആക്രമണം അഴിച്ചുവിടുകയും പ്രശാന്ത് അതൊഴിഞ്ഞു പോവുകയും ചെയ്തു. അതൊക്കെ നമുക്കറിയാവുന്ന കഥയാണ്. ഇപ്പോൾ ശ്രീലേഖ ഒരു പ്രധാനപ്പെട്ട ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആരോപണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കഥകൾ, താൻ പറഞ്ഞിട്ടുള്ള കഥകൾ സിനിമാക്കാർ അടിച്ചു മാറ്റുന്നു. ഇതാണ് ശ്രീലേഖയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ അവർ ആദ്യം പറയുന്ന ഒരു കാര്യം 2021 ഒക്ടോബറിൽ താൻ പറഞ്ഞ ഒരു അനുഭവ കഥയാണ്. ഭൂതഭവനം എന്ന പേരിലാണ് താൻ ആ കഥ പറഞ്ഞത്. ഭൂതഭവനം. അപ്പോ ഈ കഥ പിന്നീട് താൻ കാണുന്നത് 2022 ഭൂതകാലം എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നതാണ് കണ്ടത്. ആ സിനിമ കണ്ടപ്പോഴേക്കും താൻ ഞെട്ടിപ്പോയി. കാരണം ഭൂതഭവനം എന്ന് പറഞ്ഞ തൻ്റെ ഈ ഒരു അനുഭവ കഥ അതേപടി അടിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സിനിമയാണ് ഭൂതകാലം എന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത്. മാത്രമല്ല അവർ ആ ലിങ്കും കൊടുത്തിട്ടുണ്ട്. താൻ അന്ന് പറഞ്ഞ 2021 ഒക്ടോബറിൽ പറഞ്ഞ ഈ ഭൂതഭവനം എന്ന് പറയുന്ന തന്റെ കഥയുടെ ലിങ്കും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. രണ്ടാമതായി പറയുന്നത് കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കഥയാണ്. കരിങ്കുടി പോലീസ് കഥ എന്ന പേരിൽ അവർ ഒരു യൂട്യൂബ് ചാനൽ, തൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ ഒരു ശ്രവണ കഥയായിട്ട് ഈ ഒരു കഥ അവതരിപ്പിച്ചിരുന്നു. അതായത് കരിങ്കുടി പോലീസ് കഥ. ഈ കഥ പിന്നീട് താൻ കാണുന്നത് 2024 പുറത്തിറങ്ങിയ ദൃഢം എന്ന് പറയുന്ന ഒരു സിനിമയായിട്ടാണ്. അത് കണ്ടപ്പോഴും ശ്രീലേഖ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. രണ്ടും തുല്യമായിട്ടുള്ള അതേപടി ഈച്ചക്കോപ്പി എന്നൊക്കെ പറയുന്നത് പോലെ അതേപടി അടിച്ചു മാറ്റിയിരിക്കുന്ന രണ്ട് കഥകൾ. താൻ പറഞ്ഞ അതേ കഥകൾ അതേമാതിരി തന്നെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അടിച്ചു മാറ്റിയിരിക്കുന്ന രണ്ട് സിനിമകളാണ് ദൃഢവും ഭൂതകാലവും എന്നാണ് ശ്രീലേഖയുടെ ആരോപണം. മാത്രമല്ല രണ്ടിലും നായകനായി വന്നിരിക്കുന്നത് ഷെയ്ൻ നിഗമാണ്. അപ്പോൾ ഷെയ്ൻ അദ്ദേഹത്തെ വളരെ ഒരു മകൻ എന്ന നിലയിലാണ് ശ്രീലേഖ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വില്ലൻ എന്ന നിലയിൽ വേണമെങ്കിൽ ശ്രീലേഖയുടെ മനസ്സിൽ ഈ പറയുന്ന എന്തായാലും അവർക്കൊരു എതിർപ്പ് കാണുമല്ലോ. നമ്മുടെ ഒരു കഥ അടിച്ചു മാറ്റി വേറൊരാൾ സിനിമയാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ അഭിനയിച്ചവരോടും അതിൻ്റെ സംവിധായകനോടും നിർമ്മാതാക്കളോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യമുണ്ടാകും, വിരോധമുണ്ടാകും. കാരണം നമ്മുടെ കഥ അതേപടി അടിച്ചു മാറ്റുന്ന ഒരു ടീമിനോട് നമുക്ക് സ്നേഹം തോന്നാനുള്ള സാധ്യതയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കഥകളുടെയും നായകൻ എന്ന് പറയുന്നത് ഷെയ്ൻ നിഗമാണ്. ഈ രണ്ട് കഥകളും ഒരു തുല്യ വൺലൈൻ പങ്കിടുന്നു. ആ വൺലൈൻ ഇതാണ്. മൂലകഥ എന്ന് പറയുന്നത് ഒരു യുവ SI, അയാളൊരു കുറേ നാളായിട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അവിടെ സ്റ്റേഷനിലേക്ക് ആരുമില്ല. അപ്പോൾ ഇയാളെ തുരത്താൻ വേണ്ടി അവിടുത്തെ പോലീസുകാർ ഗൂഢാലോചന നടത്തുന്നു. അയാൾക്കെതിരെ ഗോസിപ്പ് കഥകളൊക്കെ ഇറക്കുന്നു. അയാളെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ രണ്ട് കഥകളുടെ ഉള്ളടക്കം. അതായത് ഷെയ്ൻ നിഗം അവതരിപ്പിച്ച ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് തനിക്ക് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹം കോശ്ശേരി മാവിന്റെ തൈ, കോശ്ശേരി മാവ് എന്ന് പറയുന്ന ഒരിനം മാവാണ്. ആ മാവിന്റെ തൈ തനിക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. കാട്ടുതേൻ, നല്ല ശുദ്ധമായ തേൻ തനിക്ക് സമ്മാനിച്ച ആളാണ് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ. അതേപോലെ നല്ല ശുദ്ധമായ നെയ് സമ്മാനിച്ച ഒരാളാണ്. ആ മുഹമ്മദിന്റെ അതേപടി അടിച്ചിരിക്കുകയാണ് ഈ ഷെയ്ൻ നിഗം എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ഷെയ്ൻ നിഗത്തിനെ ശ്രീലേഖ വളരെ ഒരു മകൻ എന്ന നിലയിലാണ് കാണുന്നത്. എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ അവർ ഈ പറയുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് എങ്കിൽ ഷെയ്ൻ നിഗം തീർച്ചയായിട്ടും പൊറുതി മുട്ടിച്ച ഒരാളാണ് ശ്രീലേഖ എന്ന് നമുക്ക് പറയേണ്ടി വരും. പൊറുതി മുട്ടിച്ചത് എന്നുള്ളത് കൊട്ടേഷനാണ് കേട്ടോ, അല്ലാതെ ഷെയ്ൻ നിഗം നേരിട്ട് വന്ന് ശ്രീലേഖയെ പൊറുതി മുട്ടിപ്പിച്ചു എന്നല്ല ഉള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ സിനിമയിലൂടെ ശ്രീലേഖയ്ക്ക് തീർച്ചയായിട്ടും അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി കാണും. കാരണം പറവ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായി ഷെയ്ൻ നിഗമിനെ കാണുന്നതും അന്നൊരു മകന്റെ ഒരു വാത്സല്യം എനിക്ക് തോന്നിയെന്നൊക്കെ ശ്രീലേഖ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീലേഖയ്ക്ക് ചുരുക്കത്തിൽ ഈ ഒരു ഷെയ്ൻ നിഗം പൊറുതി മുട്ടിപ്പിച്ചു. ചുരുക്കത്തിൽ ഈ രണ്ട് കഥകളിലെ നായകൻ ഷെയ്ൻ നിഗമാണ്. ആ മുഹമ്മദ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടറാണ് ഷെയ്ൻ നിഗം ദൃഢത്തിലും അതേപോലെ തന്നെ ഭൂതകാലത്തിലും അവതരിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ പറയുന്ന സിനിമാക്കാരെ കൊണ്ട് താൻ പൊറുതി മുട്ടുന്നു എന്നുള്ള നിലയിലാണ് ശ്രീലേഖ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തനിക്കൊന്നും പറയാം, കാരണം പോലീസ് സ്റ്റോറിക്ക് വലിയ ഡിമാൻഡാണ്. നമുക്കറിയാവുന്നതുപോലെ വിജയിച്ച സിനിമകൾ കുറെ നോക്കിയാൽ അറിയാം, എല്ലാം പോലീസ് സ്റ്റോറിയാണ്. ഏറ്റവും അവസാനം എന്താണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ പോലുള്ള വലിയ 100 കോടി ക്ലബ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന സിനിമകളൊക്കെ തന്നെ പോലീസ് കഥകളാണ്. അപ്പോൾ ഈ പോലീസ് കഥകൾക്ക് എന്നും ഒരു ഡിമാൻഡുണ്ട്, എപ്പോഴും അതിനൊരു വിപണി മൂല്യമുണ്ട്. അതുകൊണ്ട് ഈ സിനിമാക്കാർ ഈ പോലീസ് കഥകളെ കണ്ടന്റാക്കി എടുത്തുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന ഒരു പരിപാടി ഏറെ നാളായി. അത് ലോകം മുഴുവനുണ്ട്. പോലീസ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് അത് സിനിമയിൽ. അപ്പോൾ അത് തമിഴ് സിനിമയിലോട്ട് നോക്കിയാൽ സിംഗം പോലുള്ള നമ്മുടെ സൂര്യ അവതരിപ്പിച്ചിട്ടുള്ള അതേപോലെ നിരവധി പേർ പോലീസ് വേഷം അവതരിപ്പിക്കാത്ത ഒരു നായകന്മാരും ഇല്ല എന്ന് തന്നെ പറയാം, ഒരു സൂപ്പർ സ്റ്റാറും ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് എപ്പോഴും ഈ പോലീസ് കഥകൾക്ക് സിനിമയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഈ ശ്രീലേഖ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ നിയമപരമായിട്ട് നീങ്ങാവുന്നതേ ഉള്ളൂ. കാരണം അവരുടെ എല്ലാ തെളിവുകളും ഉണ്ട്, ലിങ്ക് സഹിതമാണ് ശ്രീലേഖ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീലേഖ ഇക്കാര്യത്തിൽ വേണമെങ്കിൽ അവർക്ക് നിയമ നടപടികൾക്ക് കടക്കാം. പക്ഷെ അതേക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും തൻ്റെ കഥയാണ്, ദൃഢത്തിൻ്റെ കഥ തൻ്റെ കഥയാണ്. ഒപ്പം ഭൂതകാലം എന്ന് പറയുന്ന സിനിമയുടെയും കഥ തൻ്റെതാണ് എന്നവർ തെളിവ് സഹിതം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും അടിച്ചുമാറ്റലാണ്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ അതൊരു വലിയൊരു ഒരു ഒഫൻസ് ആണ്. കാരണം അതൊരു കുറ്റമാണ്. ഒരാൾ അവരുടെ കഥ പറയുമ്പോൾ അതേപടി അടിച്ചു മാറ്റുന്ന സിനിമയിൽ എത്രയോ തവണ ഇത്തരം കഥ അടിച്ചുമാറ്റൽ നടന്നിട്ടുണ്ട്. ഉദയനാണ് താരം പോലുള്ള സിനിമകളൊക്കെ നമുക്ക് കണ്ടറിയില്ല. അതിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ത്രെഡായി വരുന്നുണ്ട്. ഒരു കഥ കൊണ്ട് സംവിധാനോട് പറയുന്നു, ആ കഥ അടിച്ചു മാറ്റുന്നു. അതേപോലെ നിരവധി പരാതികൾ, കോടതിയിലടക്കം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റേതാണ് ഈ മൂലകഥ, അത് അടിച്ചു മാറ്റിയതാണ് എന്ന് പറയുന്ന ഒരുപാട് കേസുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശ്രീലേഖ പറയുന്നത് ശരിയായിരിക്കാം. കാരണം അവർ തെളിവ് സഹിതമാണ് പറയുന്നത്. നിയമ നടപടികളിലേക്ക് പോകണ്ടായോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ശ്രീലേഖയാണ്. എന്ത് തന്നെയായാലും അവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്തരം കഥകൾ അടിച്ചു മാറ്റുന്നെങ്കിൽ ഒരു മിനിമം മര്യാദയ്ക്ക് ശ്രീലേഖയോടൊന്ന് ചോദിക്കാമായിരുന്നു. മാഡം, ഞങ്ങൾ ഇങ്ങനെ ഈ സിനിമ എടുക്കാൻ പോവുകയാണ്, അത് മാഡത്തിൻ്റെ ഈ 2 കഥകളാണ് എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കാണിക്കേണ്ടതായിരുന്നു. ശ്രീലേഖ പറയുന്നത് ശരിയാണെങ്കിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.